ഇപ്പോൾ പറഞ്ഞുതരാം. ഇതാണെങ്കിൽ സീനിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വളരുവാണെന്നുണ്ടെങ്കിൽ ഇത് മേളിലോട്ട് ഇങ്ങനെ നീളത്തിലങ്ങ് വളർന്നു പോകും. ഇത് കണ്ടോ, അതിൻ്റെ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ റോസ് എന്തോ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ മഞ്ഞ ഇതിൻ്റെ കണ്ടോ, ഇതിന് വേറെ വേറെ ബ്രാഞ്ചസ് വന്നുണ്ട്. ഒരു പ്ലാന്റാണ്, പക്ഷേ അതിൽ നിന്ന് സൈഡിൽ നിന്ന് വേറെ ബ്രാഞ്ചസ് വന്നത് കണ്ടോ. അതിനിപ്പോൾ എന്തോ ചെയ്യണമെന്ന് പറയാം. നമ്മളിപ്പം ഇതിങ്ങനെ കിളിച്ച് വരുമ്പോൾ തന്നെ ഇതിൻ്റെ മണ്ടവശം ഉണ്ടല്ലോ, അതങ്ങ് നുള്ളിക്കളയണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ കിളിച്ച് വരുന്നതല്ലേ ഉള്ളൂ. ഇതിൻ്റെ ഈ മണ്ടവശം നമ്മളിങ്ങനെ അങ്ങ് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതങ്ങനെ മണ്ട നുള്ളി നിർത്തിയേക്കുന്ന സീനിയയാണ് കേട്ടോ. സീനിയ അല്ല, ഏത് ചെടിയാണെങ്കിലും കണ്ടോ, ഇത് കണ്ടോ. ഇവിടെ നമ്മൾ മണ്ട നുള്ളി കഴിഞ്ഞപ്പം ഇത് രണ്ടത്തായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി കണ്ടോ. ഇതിനി രണ്ടത്തായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് നുള്ളിക്കളയും. അപ്പം നമുക്ക് നല്ല ബ്രാഞ്ചസോട് കൂടി കഴിഞ്ഞിട്ടുള്ള ചെടികൾ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ഒറ്റത്തടി വൃക്ഷം വളരത്തില്ലേ, അതേപോലെ മുകളിലോട്ട് അങ്ങ് വളരുന്നത് കണ്ടോ. ഇതിൻ്റെ മണ്ട നുള്ളിയതാണ് കണ്ടോ. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും വേറെ ഏത് കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഓർക്കണം, എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ നടുമ്പോൾ ഇതുപോലെ സീനിയ, മുല്ല, അങ്ങനെ ബോൾസം അങ്ങനെ ചെടികളൊക്കെ നടുമ്പോൾ നമ്മളിതിൻ്റെ മണ്ട അങ്ങ് നുള്ളിക്കളയണം. അതൊക്കെ അങ്ങനെ മണ്ടയൊക്കെ നുള്ളിയതാണ് ഇത്രയും കിളിച്ച് നിൽക്കുന്നത്. മണ്ട അങ്ങ് നുള്ളിക്കളയുമ്പോൾ അതിൻ്റെ വേറെ വേറെ ബ്രാഞ്ചസ് ഉണ്ടാവും. നിങ്ങൾക്കിത് ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇഫ് യു ഡോണ്ട് സബ്സ്ക്രൈബ് നൗ ദിസ് ചാനൽ, please do subscribe. Thank you.